ഈ സർക്കാർ വന്നില്ല എന്ന് കുറച്ചു നേരത്തേക്കൊന്ന് സങ്കല്പിക്ക്. കുറച്ചു നേരമെങ്കിലും സന്തോഷമാകട്ടെ. നിയമസഭയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതിപക്ഷത്തിൻ്റെ മുഖത്തു നോക്കി എറിഞ്ഞ വാക്കുകളാണ് ഇവ. സഭയിൽ പ്രതിപക്ഷം സർക്കാരിന് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ അവരുടെ തന്നെ നെഞ്ചിലേക്ക് മറ്റ് 4 വിരലുകൾ കുത്തിക്കയറുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് മുഖ്യമന്ത്രി ഇവിടെ അക്കമിട്ട് നിരത്തിയത്. മുന്നിടത് സർക്കാർ കാണിച്ചു കൂട്ടിയ സാമ്പത്തിക ധൂർത്തും ബജറ്റ് അപാകതകളും അതേപടി തുടർന്നിരുന്നുവെങ്കിൽ ഈ വർഷം 5750 കോടി രൂപയുടെ പ്ലാൻ കട്ട് വരുത്തേണ്ടി വരുമായിരുന്നു. അങ്ങനെയെങ്കിൽ പദ്ധതികൾ അപ്പാടെ വെട്ടിച്ചുരുക്കി മുൻ ഗവൺമെൻറ് അമ്പെ പരാജയപ്പെടുമായിരുന്ന ഗതികേടിലേക്ക് മാറുമായിരുന്നു. എന്നാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി വെറും 1533 കോടി രൂപ മാത്രം കുറച്ച് അങ്ങേയറ്റം യാഥാർത്ഥ്യബോധമുള്ള ബജറ്റുമായിട്ടാണ് UDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. പിന്നോക്ക വിഭാഗങ്ങളുടെ പേരിൽ ഇപ്പോൾ മുതലക്കണ്ണീരൊഴുക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ പൊള്ളത്തരം മുഖ്യമന്ത്രി സഭയിൽ തുറന്നുകാട്ടി. കഴിഞ്ഞ ബജറ്റിൽ SC വിഭാഗത്തിന് 500 കോടിയും ST വിഭാഗത്തിന് 112 കോടിയും പ്ലാൻ കട്ട് ഏർപ്പെടുത്തി ദ്രോഹിച്ചത് ഇതേ പ്രതിപക്ഷത്തിൻ്റെ LDF മന്ത്രിസഭയായിരുന്നു. ഇതെല്ലാം മറച്ചുവെച്ചാണ് ഇപ്പോൾ അവരുടെ അനാവശ്യമായ ബഹളം. തദ്ദേശ സ്ഥാപനത്തിലെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരല്ല, മറിച്ച് 16ാം ധനകാര്യ കമ്മീഷൻ വരുത്തിവെച്ച അബദ്ധമാണ്. കേരളത്തിലെ 83% പ്രദേശവും നഗരമാണെന്ന തെറ്റായ കണക്ക് വെച്ചവർ പഞ്ചായത്തുകൾക്കുള്ള വിഹിതം വെറും 405 കോടിയായി വെട്ടിച്ചുരുക്കി. ഈ വമ്പൻ അസന്തുലിതാവസ്ഥ മറികടക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ UDF സർക്കാർ തകർപ്പൻ ബദൽ സംവിധാനം ഒരുക്കി. സ്വന്തം വിഹിതത്തിൽ നിന്നും 300 കോടി രൂപ നഗരസഭകൾക്ക് ജനസംഖ്യാടിസ്ഥാനത്തിൽ നൽകി പ്രതിസന്ധി പരിഹരിക്കുകയും ബാക്കി തുക 70-15 എന്ന കൃത്യമായ അനുപാതത്തിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്ക് ഉറപ്പാക്കുകയും ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണത്തിൻ്റെ കുറവല്ല, മറിച്ച് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം ടൈഡ് ഫണ്ട് ആയതുകൊണ്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മാത്രമാണുള്ളത്. സംസ്ഥാന പ്ലാനിൽ നിന്ന് അൺടൈഡ് ഫണ്ടായി പണം സർക്കാർ കൃത്യമായി നൽകുന്നുണ്ട്. കേന്ദ്ര ഫണ്ടിലെ ഈ സാങ്കേതിക പ്രശ്നം ഡൽഹിയുമായി സംസാരിച്ച് ഉടനടി പരിഹരിക്കാൻ UDF സർക്കാർ മുന്നിലുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് യാതൊരു പ്രസക്തിയുമില്ലെന്നും സഭ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യവുമില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ നെഞ്ചു തുളക്കുന്ന മറുപടിയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ നൽകിയത്. നമുക്കത് കേട്ടുനോക്കാം. ഈ സർക്കാർ വന്നില്ല എന്നൊന്ന് സങ്കല്പിക്കുക, കുറച്ചു നേരത്തേക്ക് ഒരു സന്തോഷം കിട്ടുമല്ലോ. ആ സർക്കാരിന്റെ ബജറ്റ് തുടരുകയാണെന്ന് വിചാരിക്കുക, അല്ലല്ല ഒന്ന് സങ്കല്പിക്കുക. ആ സർക്കാർ തുടരുകയാണെന്ന് വെക്കുക, തീർച്ചയായിട്ടും ഈ വർഷം ഒരു പുതിയ ബജറ്റ് ഉണ്ടാവില്ല. ആ ബജറ്റ് നടപ്പാക്കിയിരുന്നുവെങ്കിൽ, അതായത് 10189 കോടി രൂപ ലോക്കൽ ബോഡിക്ക് അനുവദിച്ച ആ പ്ലാൻ ഈ വർഷം നടപ്പാക്കിയിരുന്നുവെങ്കിൽ, ഈ വർഷം ആ പ്ലാൻ 35,000 കോടി രൂപയുടെ ആ പ്ലാൻ നടപ്പാക്കി വരുമ്പോൾ 20,000 കോടി ഇല്ല. അപ്പൊ എത്ര കുറയ്ക്കേണ്ടി വരുമായിരുന്നു അറിയാമോ? 57% തുക കുറയ്ക്കേണ്ടി വരുമായിരുന്നു. ആ ബജറ്റാണ്, ആ പ്ലാനാണ് നടപ്പാക്കിയെങ്കിൽ 57% എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാമോ? 5750 കോടി രൂപ. ഇവർ നീക്കിവെച്ച 10,000 കോടി രൂപയുടെ 5750 കോടി രൂപ നടപ്പാക്കാതെ പ്ലാൻ കട്ട് നടപ്പാക്കേണ്ട ഗതികേടിൽ ആ ഗവൺമെന്റ് ഉണ്ടാവുമായിരുന്നു. 5750 കോടി രൂപ പോയതിന് ഞങ്ങൾ പറഞ്ഞിട്ട് പൊതുസമൂഹത്തോടും നിയമസഭയോടും എല്ലാവരോടും പറഞ്ഞ് കാര്യം ബോധ്യപ്പെടുത്തി 1533 കോടി കുറച്ചതാണ്. എന്തൊരു നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വിരൽ ചൂണ്ടുമ്പോൾ 4 വിരലും നെഞ്ചിന്റെ അകത്തോട്ടാണ് കയറിപ്പോണത്. നെഞ്ചിന്റെ അകത്തോട്ട് കയറിപ്പോവാ. പിന്നെ ഇപ്പൊ പറഞ്ഞു പട്ടികജാതിക്കാരുടെ പട്ടികവർഗക്കാരുടെ പ്രശ്നം പറഞ്ഞു. ഒരു ബജറ്റിൽ കഴിഞ്ഞ ബജറ്റിൽ പ്ലാൻ കട്ട് എത്രയെന്നറിയാമോ? പ്ലാൻ കട്ട് 500 കോടി SCയുടെ നിങ്ങളെ ഗവൺമെന്റ് അങ്ങുകൂടി അവതരിപ്പിച്ച അങ്ങുകൂടി മന്ത്രിയായിരുന്ന മന്ത്രിസഭ പ്ലാൻ കട്ട് SCയുടെ ഏർപ്പെടുത്തിയത് 500 കോടി, STയുടെ 112 കോടി. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. സർ, ഇത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ബജറ്റാണ്. നമുക്ക് അത്രയും നമ്മുടെ കയ്യിൽ പൈസയുള്ള ഒരു വിഷയമുണ്ട്. ഞാനത് പറയാം. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഈ റൂറൽ ലോക്കൽ ബോഡികൾക്കുള്ള ഗ്രാന്റ് കുറവാണ്. റൂറൽ
ലോക്കൽ ബോഡികൾക്കുള്ള മറ്റേ അർബൻ ലോക്കൽ ബോഡികൾക്കുള്ള ഗ്രാന്റ് കൂടുതലായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അതായത് അവര് റൂറൽ ലോക്കൽ ബോഡിക്ക് 405 കോടി രൂപയും അർബൻ ലോക്കൽ ബോഡിക്ക് 2145 കോടി രൂപയാണ് ഈ വർഷത്തെ വകയിരുത്തൽ. നമുക്ക് കേരളത്തിലെ 83% പ്രദേശവും അർബൻ ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറ്റായ കണക്കാണ് നമ്മുടെ 16ാം ധനകാര്യ കമ്മീഷൻ വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് റൂറൽ ലോക്കൽ ബോഡിക്ക്, അതായത് പഞ്ചായത്തുകൾക്ക് നമുക്ക് 405 കോടിയെ കൊടുക്കാൻ പറ്റുള്ളൂ. 2145 അർബന് കൊടുക്കണം. അത് ഇംബാലൻസ്ഡ് ആവും കേരളത്തിൽ. നമ്മൾ എന്ത് ചെയ്തു? പ്രാദേശിക സർക്കാരുകൾക്കുള്ള സാധാരണ വിഹിതത്തിൽ നിന്നും 300 കോടി രൂപ മാത്രം മുനിസിപ്പാലിറ്റികൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഹിതം വയ്ക്കുകയും ബാക്കി തുക മുഴുവനായി 70:15:15 എന്ന അനുപാതത്തിൽ ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും വകയിരുത്തുന്നു. തുകയുടെ കാര്യത്തിലല്ല പ്രശ്നം. ഈ ധനകാര്യ കമ്മീഷന്റെ പൈസ വരുമ്പോൾ അത് ടൈഡ് ഫണ്ടാണ്. നമ്മൾ കൊടുക്കുന്നത് പ്ലാനിൽ അൺടൈഡാണ്. ഇപ്പൊ മുനിസിപ്പാലിറ്റിക്ക് കിട്ടിയിരിക്കുന്ന മുനിസിപ്പാലിറ്റികൾക്കുള്ള പരാതി അങ്ങ് പറഞ്ഞതല്ല പരാതി, ഇതല്ല പരാതി. പൈസ കുറവല്ല, ടൈഡ് ഫണ്ട് അവർക്ക് കൂടുതലായി. അപ്പൊ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രായോഗികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ കേന്ദ്രവുമായി കൂടി സംസാരിച്ച് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ചെലവാക്കാൻ പണം കിട്ടിയിട്ടുണ്ട്. 2 ഇതായിട്ട് സ്റ്റേറ്റ് പ്ലാനിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, ധനകാര്യ കമ്മീഷന്റെയും പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ധനകാര്യ കമ്മീഷന്റെ പണം എന്ന് പറയുന്നത് ടൈഡാണ്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് അവർക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഗവൺമെന്റ് സ്വീകരിക്കും. അല്ലാതെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഒരു കാര്യത്തിനും ഒരു പ്രസക്തിയില്ല. ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യം